ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ന്യൂസിൽ കണ്ടതാട്ടോ. വളരെ രസകരമായ ഉപയോഗപ്രദമായ ഒരു വാർത്ത. അപ്പൊ അത് നിങ്ങളും കൂടി അറിയിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പിലെ മുതലാളിമാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. പെട്രോൾ പമ്പിലെ ബാത്റൂം പെട്രോൾ പമ്പിന് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നിർമ്മിക്കുന്നതാണെന്നുള്ള തെറ്റിദ്ധാരണ. ആ തെറ്റിദ്ധാരണ പത്തനംതിട്ടയിലെ ടീച്ചറമ്മ അങ്ങോട്ട് മാറ്റി കൊടുത്തു. ടീച്ചറമ്മ പത്തനംതിട്ടയിൽ നിന്ന് കാസർഗോഡ് വഴി കോഴിക്കോടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പൊ കോഴിക്കോട് പയ്യോളിയിലെ പെട്രോൾ പമ്പിൽ എത്തിയപ്പോ പെട്രോൾ അടിച്ച്. അതിനുശേഷം ടീച്ചറമ്മ പറഞ്ഞു, എനിക്കൊരു അസ്വസ്ഥത ഉണ്ട്, ഒന്ന് ബാത്റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാന്ന് പറഞ്ഞു വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ബാത്റൂമിന്റെ അടുത്തെത്തിയപ്പോൾ ബാത്റൂം ലോക്കായി കിടക്കാൻ. പെട്രോൾ ജീവനക്കാരോട് ചോദിച്ച് ബാത്റൂമിന്റെ ചാവി ഇടാന്ന് വെച്ചു. പെട്രോൾ ജീവനക്കാർ പറഞ്ഞു, ഇവിടെ ചാവി ഒന്നുമില്ല. അല്ലല്ല, ടീച്ചറമ്മ പറഞ്ഞു, എനിക്ക് നിർബന്ധമായിട്ട് ബാത്റൂം പോകണോ, വളരെ നിർബന്ധമാണ് പറഞ്ഞു. പെട്രോൾ ജീവനക്കാർ വളരെ അപമര്യാദയായിട്ട് പെരുമാറി. ടീച്ചറമ്മക്ക് ഒരു ഗതിയിലേക്ക് ടീച്ചർ പറഞ്ഞു, എനിക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞപ്പോ ഒരു നിലക്കും സമ്മതിക്കില്ല. വളരെ പരിഹാസ രൂപേണുള്ള സംസാരമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ടീച്ചറമ്മ നേരെ പോലീസിനെ അങ്ങോട്ട് വിളിച്ചു. പോലീസ് വന്നിട്ട് ചാവി ഇടന്ന് വെച്ചു. ചാവി മുതലാളി കൊണ്ടതാണ്, വേറെ ഇടാനുള്ളത് പറഞ്ഞു. പോലീസുകാർ പറഞ്ഞു, ഒരു പേടിയും പേടിക്കണ്ട. പോലീസുകാർ ചവിട്ടി അങ്ങോട്ട് വാതിലായിട്ട് പൊളിച്ചാൽ. ടീച്ചർമാരോട് പറഞ്ഞു, കേറിക്കോളി, വാതിലിപ്പോ തൽക്കാലത്ത് അങ്ങനെ നോട്ടെന്ന് പറഞ്ഞു. ബാത്റൂമിലൊക്കെ പോയിട്ട് ഫ്രഷ് ആയി വന്നു. ടീച്ചറമ്മ തിരിച്ച് യാത്ര അങ്ങോട്ട് തുടർന്നു. യാത്ര ചെയ്യുന്ന അവസരത്തിൽ ടീച്ചറമ്മ ഇങ്ങനെ ചിന്തിച്ച്, ഇതിപ്പോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലോ. എല്ലാ പെട്രോൾ പമ്പ് ജീവനക്കാർ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ദൂരെ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് നേരിടൂലേ. പെട്രോൾ പമ്പ് ജീവനക്കാരെ ഭാഗത്തു നിന്നുള്ള അപമര്യാദയായിട്ടുള്ള പെരുമാറ്റം ടീച്ചറമ്മയെ വല്ലാണ്ട് അങ്ങോട്ട് വിഷമിപ്പിച്ച് ടീച്ചറമ്മ കേസ് അങ്ങോട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അവരോട് ഇങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. അവരപ്പോ ഒരു സോറി പറഞ്ഞിരുന്നെങ്കിൽ തീരുന്ന വിഷയമേ ഉള്ളായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് അമ്മയുടെ 1 കിലോമീറ്റർ അപ്പുറത്ത് പോയി അടുത്ത പമ്പുണ്ടെന്ന് പറഞ്ഞു തരൂ. അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമ്മൾ വളരെ മോശമായ പെരുമാറ്റമായിരുന്നു. പോലീസ് വന്നു. അവരും ജീവനക്കാരോട്, പമ്പിലെ ജീവനക്കാരോട് തുറന്നു കൊടുക്കാൻ പറഞ്ഞു. പോലീസിനോട് ഇത് തന്നെയാണ് പറഞ്ഞു, താക്കോലില്ല, താക്കോല് മാനേജറിലാണെന്ന് പറഞ്ഞു. പിന്നീട് പോലീസ് ചവിട്ടി പൊളിക്കുകയാണ് ചെയ്തത്. അതെ, ടീച്ചറമ്മ പറഞ്ഞത് അവരെ ഭാഗത്തു നിന്ന് നല്ല സൗമ്യമായ ഒരു പെരുമാറ്റം. അപ്പുറത്തെ ഒരു പമ്പുണ്ട്, അവിടെ പോയിക്കോളി എന്ന് പറയാം, അല്ലെങ്കിൽ സോറി എന്ന് പറയാം, അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ടീച്ചറമ്മ കേസ് കൊടുത്തത്. കേസ് കൊടുക്കുന്ന അവസരത്തിൽ ടീച്ചറമ്മക്ക് ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കേസും കൂട്ടായിട്ടൊന്നും നടന്നിട്ടില്ല, ഇതിനെപ്പറ്റിയൊന്നും ഒരു ധാരണയില്ലെന്ന് പറഞ്ഞു. അപ്പൊ കോടതി നല്ല സപ്പോർട്ട് അങ്ങോട്ട് കൊടുത്തു. അവസാനം കോടതി വിധിച്ച് ടീച്ചറമ്മക്ക് 1,65,000 രൂപ നഷ്ടപരിഹാരം ഈ പെട്രോൾ പമ്പിന് ഉടമ അങ്ങോട്ട് കൊടുക്കണം. ഇപ്പൊ എന്തായി? ഈ ഒരു പെട്രോൾ പമ്പിന്റെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള അപമര്യാദ മൂലപ്പോ നാട്ടിലെ എല്ലാ പെട്രോൾ പമ്പും ഇപ്പൊ തുറന്നു കൊടുക്കേണ്ട ഗതികേടും വന്ന് ആരെങ്കിലും ചാവി ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാന്ന് കഴിഞ്ഞാൽ ഈ നഷ്ടപരിഹാരം ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കേണ്ടിയും വരും. ഇപ്പൊ എല്ലാ പെട്രോൾ പമ്പിന്റെ ഉടമസ്ഥർ ഇപ്പൊ എന്താക്കണം, ആ പെട്രോൾ പമ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു പണിക്കാരൻ കൂടി ഏൽപ്പിക്കേണ്ട ഗതികേട് നോക്കണം. ഒരു പെട്രോൾ പമ്പിനെ കൊണ്ട് കിട്ടിയതാ. ഉപകാരം ഉണ്ടായിട്ടുണ്ട്, ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾക്ക് ഉപകാരം ചെയ്യും ഈ ഒരു ടീച്ചറമ്മന്റെ പ്രവൃത്തി. ഇങ്ങനെയുണ്ടല്ലേ. വേറൊരു കഥ ഉണ്ട്. നാട്ടിലൊരു കച്ചവടം ചെയ്യുന്ന ആള് സൗദി അറേബ്യയിൽ വന്നിട്ട് കച്ചവടം ചെയ്തിട്ട് ഫൈൻ മേടിച്ച കഥ. നിങ്ങൾക്ക് അതിൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റിൽ വന്നോളി. അടുത്ത കഥ നമുക്ക് അതിനെപ്പറ്റി പറയാം. നമ്മൾ ഇന്നലെ പെട്രോൾ പമ്പിന്റെ കഥ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടില്ല. അപ്പൊ അതിന്റെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാട്ടിലെ കച്ചവടം ചെയ്തിരുന്ന ഒരാള് സൗദിയിൽ വന്നിട്ട് കച്ചവടം ചെയ്തിട്ട് ഫൈൻ മേടിച്ച കഥ. ഒരുപാട് ആൾക്കാർ ആ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്തിട്ടു. നിങ്ങൾ തീർച്ചയായിട്ടും ആ കഥ പറയണമെന്ന്. കഥ നടക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നാണ്. നാട്ടിൽ അത്യാവശ്യം നല്ല കച്ചവടം ചെയ്തിരുന്ന ഒരാള് അദ്ദേഹത്തിന്റെ കുടുംബക്കാർ വഴി ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് സൗദിയിൽ നമുക്ക് നല്ലൊരു കച്ചവടം നടത്താൻ പറഞ്ഞിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അദ്ദേഹം നാട്ടിൽ ആ കച്ചവടം ഒഴിവാക്കി വേറെ ആർക്കെ വിറ്റിട്ട് സൗദിയിൽ കുറച്ച് പൈസ കൂടുതൽ ചെലവാക്കിയിട്ട് ഇവിടെ ഒരു കച്ചവടം തുടങ്ങി. അദ്ദേഹത്തിന്റെ ഷോപ്പിന്റെ തൊട്ടപ്പുറം തന്നെ വേറൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ അത്യാവശ്യം നല്ല കച്ചവടം, നല്ല തിരക്കുള്ള കട. ഇദ്ദേഹമാണെങ്കിൽ ഇപ്പൊ തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ അതിന്റേതായ ഒരു മന്ദഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പല കസ്റ്റമേഴ്സും ആ ഷോപ്പിലേക്ക് പോകുമ്പോൾ പാർക്കിംഗ് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ കടന് മുന്നിൽ അവിടെയൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്ത് പോലെ. ഒരു ദിവസം അദ്ദേഹത്തിന് എന്തോ തോന്നിയത് പഠിച്ചോന്നറിയാം, ഒരു സൗദി അദ്ദേഹത്തിന്റെ കടന്റെ മുന്നിൽ വണ്ടി നിർത്തിയിട്ട് അപ്പുറത്തെ കട പോയിട്ട് സാധനം മേടിച്ച് തിരിച്ചു വരുമ്പോ ഇദ്ദേഹം ഇറങ്ങി ചോദിച്ച്, നിങ്ങൾ എന്തിനാണ് അപ്പുറത്തേക്ക് പോകണേ, എന്റെ കടന്റെ മുന്നിൽ പാർക്ക് ചെയ്തിട്ട് പോകണമെന്ന്. സൗദി വെച്ച് എന്താ വയ്യ പറഞ്ഞു ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് കുറച്ചുകൂടി ഉറക്ക സൗണ്ട് കൂട്ടിയിട്ട് നിങ്ങൾ എന്തിനാ അപ്പുറത്തെ കടയിലേക്ക് സാധനം മേടിക്കാൻ പോണേന് എന്റെ ഇവിടെ പാർക്ക് ചെയ്ത് പോകണത്? അത് മുഴുവിക്കാൻ നിന്നില്ല. സൗദിയോട് ഒറ്റ അടിയാണ് തോന്നുന്നത്. ആ അടിയിൽ മൂപ്പരപ്പക്കാട് ഇങ്ങനെ തിരിഞ്ഞ അവിടെ നിലത്ത് വീണിങ്ങനെ എണീച്ച് വരുമ്പോ മറ്റേ കടയുടെ ഒറ്റ ഒന്നും കൊടുത്തു. ആ അടി അങ്ങോട്ട് കൊടുത്തിട്ട് സൗദി പറഞ്ഞു, ആ കടക്കാണ് ഈ വാടക കൊടുക്കുന്നത്, അതിന്റെ മുന്നത്തെ സ്ഥലത്തിന് ഈ വാടക കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാളിങ്ങോട്ട് എണീച്ചിട്ട് ആന സിയാദ ഫുലൂസ് പാപ്പട്ടം പറഞ്ഞ ഞാൻ നാട്ടിലെ കടക്ക് ഒഴിവാക്കി ഇവിടെ കുറെ പൈസ ചെലവാക്കിയിട്ട് കട തുടങ്ങിയതാണ്. നാട്ടിൽ അങ്ങനെ എന്തോ ഉണ്ട് തോന്നില്ല. നമ്മളെ കടന്റെ മുന്നിൽ വേറെ ആർക്കും പാർക്ക് ചെയ്യാൻ പറ്റില്ല, റോഡിന്റെ അപ്പുറ സൈഡ് വരെ നമുക്ക് നമ്മളൊരു അതിർത്തിയായിട്ട് അങ്ങനെ എന്തോ ഉണ്ട് തോന്നുന്നത്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് സംസാരിച്ചെന്ന് തോന്നുന്നു. നമ്മൾ പറയണ്ട. അപ്പൊ ഈ പറഞ്ഞ കേട്ടപ്പോ സൗദി പറഞ്ഞു, ഈ പിഞ്ഞും കിറുകിറാക്കണമെന്ന് വെച്ചിട്ട് വണ്ടി എടുത്ത് പോയി. സൗദി നേരെ ബലദിയാനെ അങ്ങോട്ട് വിളിച്ച് ബലിയ വന്നിട്ട് നല്ലൊരു ഫൈൻ ഇയാക്കാൻ ഇട്ടെടുത്തു. പിന്നെ ബലദിയാനോട് ഇയാള് കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല. പേപ്പറും കൂടി മേടിച്ച് ഒരു കൈ ഇങ്ങനെ ഇടത്തെ ഭാഗത്ത് ഇങ്ങനെ കുത്തിയിട്ട് ആ മേശന്റെ മുകളിൽ ഇങ്ങനെ കുത്തിയിട്ട് അതിന്റെ അടിയിലത്തെ സൈഡിലുള്ള കസാറിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് ബലദിയ പോകുമ്പോൾ പറഞ്ഞു, ഇവിടെ പൊതുവായിട്ടൊരു നിയമമുണ്ട്, എല്ലാവരും അതനുസരിച്ചിട്ടാണ് കച്ചവടം ചെയ്യണം ജീവിക്കണമൊക്കെ, അങ്ങനെ തന്നെ ഈ ജീവിച്ചാൽ മതി, എനിക്ക് ഈ പുതിയൊരു നിയമം ഈ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് പറഞ്ഞു. അപ്പൊ അതും കൊടുത്തിട്ട് വലുതി അങ്ങോട്ട് പോയി. മൂപ്പര് പേപ്പർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, വല്ലാത്തൊരു നിയമം തന്നെ അല്ല ഇവിടെ. പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, നമ്മളെ നാട്ടില് നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ പല നിയമങ്ങളുണ്ടാകും. ബസ്സിലൊക്കെ സീറ്റിൽ ടവലിട്ട് പോണ മാതിരി അങ്ങനത്തെ ഓരോ
കുടിശ്ശിക ചിന്താഗതിയുള്ള നിയമങ്ങളായിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് അവിടെയും കൂടി അടിച്ചേൽപ്പിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. നമ്മളെക്കാട്ടി എത്ര ബുദ്ധിയുള്ള ആളുകൾ വേറെ നാട്ടിലുണ്ട് എന്നുള്ള ബോധം നമുക്ക് വേണം. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കഥകളുണ്ട് നമ്മളെടുത്ത്. വീണ്ടും വേറൊരു കഥയായിട്ട് പിന്നെ കാണാം. ഓക്കെ ബൈ.